വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സൈഡിൽ നിന്ന് 2-3 ചോദ്യങ്ങളുണ്ട്. സുധീർ സേട്ടാണ് ചോദിക്കാൻ പോകുന്നത്. താങ്കൾക്ക് ചോദിക്കാം. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിൽ വിദേശത്ത് ജീവിക്കുന്ന NRIക്കൾ എപ്പോഴും ഞങ്ങളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത്രയും വലിയ പണം ലോസ് ഇന്ത്യ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തതെന്ന്, കൊറോണയ്ക്ക് ശേഷവും ഇത്രയും യുദ്ധത്തിന് ശേഷവും. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ ഇവരോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ രാജ്യത്ത് വിലക്കയറ്റമാണ്, യൂറോപ്പിൽ, അമേരിക്കയിൽ, മോദി എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതായത് കോവിഡ് വന്ന കാലഘട്ടത്തില് വീഡിയോ കോളിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, നേരടിയായിട്ടൊക്കെ, ഫുൾ ലൈവായിട്ട്. അപ്പോൾ ലോകം മുഴുവനും നോബൽ പ്രൈസ് മേടിച്ച എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചു, അതായത് ഇതിനൊക്കെ നിങ്ങളുടെ വാക്കുകൾ എന്താണ് പറയാൻ വരുന്നതെന്നൊക്കെ. നിങ്ങളിതൊക്കെ കണ്ടു കാണും. അതായത് ഇന്ന് ഇപ്പോൾ ബിസിനസ്മാനെ കുറിച്ച് പറയുന്നവരൊക്കെ അവർ കോവിഡ് സമയത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, തൊഴിൽ ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കണം. അതായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അവരുടെ തിയറി പൈസ കൊടുക്കണം, പൈസ വേണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നാടിനെ രക്ഷിക്കാൻ പറ്റില്ല. എല്ലാവരും തന്നെ ഈ പുസ്തകമായിട്ടുള്ള ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകളൊക്കെ ആയിരിക്കും. നോബൽ പ്രൈസ് മേടിച്ചവർ പോലും എന്നെ വന്ന് കണ്ടിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പണം വേസ്റ്റ് ചെയ്യത്തുമില്ല, അത് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യത്തുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലും വെച്ച് ഈ ഒരു കാര്യം പറഞ്ഞത് ഞാൻ മാത്രമായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ശക്തമായ തീരുമാനം എടുത്തത്. ഞാൻ കൊടുക്കുവാണെങ്കിൽ ഭക്ഷണ രീതിയായിട്ടേ കൊടുക്കത്തുള്ളൂ. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലും ആ അരി അന്നവും ഇരിക്കണം. അവരിൽ ആരും വിശന്നിരിക്കാൻ പാടില്ലെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിനുശേഷം MSME ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞത്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ടുള്ള ഏർപ്പാട് ഞാൻ നടത്താം, നിങ്ങൾ പോയി മേടിച്ചോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ കഴിവ് കാണിച്ചു കൊടുക്ക്, അതിനുള്ള ചാൻസ് ഒക്കെ ഞാൻ തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ എല്ലാ സ്കീമും ഞാൻ പറഞ്ഞത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പൈസ ഇഷ്ടം പോലെ എടുത്ത് വിതരണം ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ നാട് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലും പോയി ഇതുവരെ കുടുങ്ങിയിട്ടില്ല. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, ഒന്നിന് പിന്നാലെ ഒന്നിങ്ങനെ നടന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാ. ഓരോ ആക്ടിവിറ്റിയിലും ഈ പ്രവൃത്തിയിലൊക്കെ നോക്കുവാണെങ്കിൽ പുസ്തക രീതിയായിട്ട് ഒരു ഇതുമില്ല. ഞാൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന 13 തൊട്ട് 14 വർഷത്തെ അനുഭവം അതായിരുന്നു എനിക്ക് ശരിക്കും സഹായിച്ച്. അതായത് ഇത് കേട്ടാൽ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ടും ചിലപ്പോൾ ഇരിക്കാം. ഈ ദേശ അളവിന്, അതായത് നാഷണൽ ലെവലിലുള്ള ഏക നേതാവ് ഞാനാ. ഒരുപക്ഷെ ഉണ്ടാവാന്ന് ഞാൻ പറയുക. ഈ നാടിൻ്റെ കുറഞ്ഞ പക്ഷം വെച്ച് നോക്കുവാണെങ്കിൽ 90% സ്ഥലങ്ങളിൽ, അതായത് ഡിസ്ട്രിക്റ്റുകളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ 90% സ്ഥലത്തും ഞാൻ താമസിച്ചിട്ടുണ്ട്. തറയിൽ പാവിരിച്ച് കിടന്നുറങ്ങി എണീറ്റവനാ ഞാൻ. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടം എന്താ നന്നായിട്ടറിയാം. അതുപോലെ ഇവിടെ എൻ്റെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻസുമുണ്ട്. ഇവിടെ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവിടുന്ന് പുതിയൊരു കാര്യം വരുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് ഇത്. ഇന്ന് ഇന്ദിര അവരുടെ ആ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ അധികം പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു അത്. യൂട്യൂബിൽ, അതായത് റെഡ് ഫോർട്ട് തൊട്ട് നെഹ്റു അദ്ദേഹം പറഞ്ഞ കാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കണം കേട്ടോ. ഗൂഗിൾ ഗുരു വിദ്യാർത്ഥികളെ, നിങ്ങളും യൂട്യൂബിൽ ചെന്നൊന്ന് കണ്ടു നോക്ക്. നെഹ്റു അദ്ദേഹത്തിൻ്റെ റെഡ് ഫോർട്ടിലെ ആ സ്പീച്ച്, ആ റെഡ് ഫോർട്ടിൽ സംസാരിച്ചിരുന്ന സ്പീച്ച് കാണുവാണെങ്കിൽ നെഹ്റു അദ്ദേഹം സംസാരിച്ചു നോക്കണം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, ഇവരെല്ലാവരും പറയുന്നതും കേൾക്കണം. ഇവരെല്ലാവരും പറയുന്നതിൽ ഒരു കാര്യം കോമൺ ആയിരിക്കും, അതായത് കഷ്ടപ്പാട് മാറ്റുന്നത്, എല്ലാത്തിൻ്റെയും വില കൂടുന്നതും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതായത് ചെങ്കോട്ടെ സംസാരിച്ചിട്ടുണ്ട്. നെഹ്റു അദ്ദേഹം എന്താ കാരണം പറഞ്ഞെന്നറിയാവോ? നെഹ്റു അദ്ദേഹം എന്താ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഓരോന്നിൻ്റെയും വില ഇങ്ങനെ കൂടി വരുക, അത് നിങ്ങൾക്ക് ഒരുപാട് കഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് തന്നെ നന്നായിട്ടറിയാം, വടക്കിലെ കൊറിയയിലും തെക്കിലെ കൊറിയയിലും നല്ല പോര് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം എക്കണോമിക്കലായിട്ട് വില കൂടുന്നതും. ആ കാലത്ത് അവർ പറഞ്ഞത് ഇത് തന്നെയാ. അന്ന് ലോകത്ത് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതൊന്നും ഇല്ല. കൊറിയ നാട്ടിൽ നടക്കുന്ന 2 ഇടത്തിൻ്റെയും പോരിനും ഇന്ത്യക്കും യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ ഇന്ത്യയിൽ ഓരോന്നിൻ്റെയും വില കൂടുന്നതിന് കാരണം അത് തന്നെയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നെഹ്റു അദ്ദേഹം പറഞ്ഞതിന് പ്രൂഫ് അവിടെയുണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയത്തില്ല. പക്ഷെ ഇപ്പം നടക്കുന്ന ഈ പോരിലൊക്കെ ഫുഡ്, ഫെർട്ടിലൈസർ, ഫ്യൂവല്, 3നും നേരടി പ്രശ്നമുണ്ട്. ഇത്രയൊക്കെ ഇരുന്നിട്ടും ലോകത്തിൽ
ഒരു യൂറിയയുടെ ചാക്ക് 3000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എൻ്റെ നാട്ടിലെ കർഷകന് 300 രൂപയ്ക്കും കുറച്ചാ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യവും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഓരോന്നും അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബലം എന്താന്ന് വെച്ചാൽ നാട്ടിൽ ഈ ബ്ലാക്ക് മാർക്കറ്റ് ഒന്നും വന്നിട്ടില്ല. നാട്ടിൽ സാധനങ്ങളില്ലെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നവും തലപൊങ്ങി വന്നിട്ടുമില്ല. കറക്റ്റായ രീതിക്ക് എല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരെത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയാലും ജനങ്ങളുടെ അടുത്തത് പോയി ഒട്ടുന്നില്ല. അവരിപ്പോഴും ആ പഴയ വർത്തമാനങ്ങളും വാക്കുകളോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പഴയ ഡയലോഗ് വെച്ച് സിനിമ എടുത്തിട്ട് തിയേറ്ററിൽ ഇറക്കിയ സിനിമ ഓടത്തില്ല. വെറുതെ സമയം കളയണ്ട നിങ്ങളിങ്ങനെ.